പ്രിയപ്പെട്ട സഹോദരന്മാരെ, സമസ്തയുടെ സമ്മേളനം കഴിഞ്ഞു. 100ാം വാർഷിക സമ്മേളനം. ഇനിയും സമ്മേളനങ്ങൾ വരാനിരിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഇരിപ്പുറക്കാത്ത ചില വിഭാഗക്കാരുണ്ട്. അവരാണല്ലോ മുജാഹിദുകൾ. അവരുടെ സങ്കടങ്ങൾ കേൾക്കാം. കേരള നദ്വത്തുൽ മുജാഹിദീൻ സംസ്ഥാന സെക്രട്ടറി മജീദ് സ്വലാഹി മീഡിയ വണ്ണിനൊപ്പം ചേരുകയാണ്. സംസ്ഥയുടെ 100ാം വാർഷിക മഹാസമ്മേളനത്തിന്റെ ഭാഗമായി വന്ന ഒരു പ്രമേയത്തിൽ മുജാഹിദുകളെ കരുതിയിരിക്കണം എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ആ വിഷയത്തെ കാണുന്നത്? എങ്ങനെയാണ് അതിനോടുള്ള പ്രതികരണം? അല്ല, മുജാഹിദ് പ്രസ്ഥാനത്തെ കരുതിയിരിക്കണമെന്ന് പറയുന്നത് അവർക്ക് അതുകൊണ്ട് വലിയ ക്ഷീണം എന്തെങ്കിലും ഉണ്ടായതുകൊണ്ടാണല്ലോ. അതെ, സമസ്ത പിന്നെ പറയണ്ടേ കരുതിയിരിക്കണം എന്ന്? കഞ്ചാവ്, മയക്കുമരുന്ന്, മദ്യം, പെണ്ണ്, ലഹരികൾ, അതുപോലെ ലിബറലിസം, യുക്തിവാദം എന്നിത്യാദി തുടങ്ങിയ സാമൂഹ്യ തിന്മകളൊക്കെ കാണുമ്പോൾ അതൊക്കെ കരുതിയിരിക്കണമെന്ന് നമ്മൾ പറയാറില്ലേ? അതുപോലത്തെ ഒരു തിന്മയാണ് വഹാബിസം എന്ന് പറയുന്നതും. ആ വഹാബിസത്തിലേക്ക് പുതിയ തലമുറ ചേക്കേറുന്നതിനെ കരുതിയിരിക്കണം എന്ന് സമസ്ത പറഞ്ഞത് തെറ്റൊന്നുമല്ലല്ലോ. അങ്ങനെ കരുതിയിരിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം നല്ലതാണ് എന്നും വരില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ കഞ്ചാവും കള്ളൊക്കെ നല്ലതാണെന്ന് പറയേണ്ടി വരൂലേ? അവര് തമ്മിലുള്ള തർക്കത്തിൽ തന്നെ പരസ്യമായിട്ട് അവർ ഓരോരുത്തരും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ നമ്മുടെ ജൻസിയെ, പുതുതലമുറയെ സ്വാധീനിച്ചു, നമ്മുടെ സ്ഥാപനങ്ങളെ സ്വാധീനിച്ചു, നമ്മുടെ പ്രബോധകന്മാരെ സ്വാധീനിച്ചു, അവരുടെ വ്യാഖ്യാനങ്ങളും അവരുടെ ഇന്റർപ്രിട്ടേഷനൊക്കെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്ന് അവർ തന്നെ പറയുകയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുകയാണ്. ഞങ്ങൾക്ക് ഇതിലൊക്കെ സന്തോഷമേ ഉള്ളൂ. കാരണം മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ വലിയ സമസ്തയുടെ സ്ഥാപനങ്ങളിലേക്ക് വരെ കയറുന്ന ഒരവസ്ഥ ഉണ്ടായെങ്കിൽ അത് ഈ സമൂഹത്തിൽ വരുന്ന വലിയ മാറ്റങ്ങളും മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ സ്വാധീനമാണ്. അതുകൊണ്ട് സ്വാഭാവികമാണ് അവർ കരുതിയിരിക്കണം എന്ന് പറയുന്നത്. അതെ, പുതുതലമുറകളൊക്കെ വഹാബിസത്തിലേക്ക് വല്ലാതെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ധാരാളം ആൾക്കാരെന്താന്നുണ്ട് വഹാബി പ്രസ്ഥാനത്തിലേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണെന്ന്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, വഹാബി പ്രസ്ഥാനം ഇവിടെ തുടങ്ങിയിട്ട് എത്ര കൊല്ലായി? 100 വർഷം കഴിഞ്ഞല്ലോ അല്ലേ നിങ്ങളുടെ കണക്ക് പ്രകാരം? എന്നാൽ സമസ്ത തുടങ്ങിയിട്ട് 100 വർഷം പൂർത്തിയാകുന്ന 100ാം വാർഷികങ്ങളാണ് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് മിനിഞ്ഞാന്ന് നടന്ന കാസർഗോഡ് നടന്ന സമസ്തയുടെ സമ്മേളനത്തിന്റെ 10ൽ1 ഭാഗം അല്ല, ഒരു 25ൽ 1 ഭാഗം ആളുകളെയെങ്കിലും കൂട്ടിയിട്ട് മുജാഹിദുകൾക്കൊരു സമ്മേളനം നടത്താൻ കഴിയുമോ? കഴിയുന്നില്ല. എന്തുകൊണ്ട്? നിങ്ങളെ സമൂഹത്തിന് സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടേയില്ല എന്നതാണ് അതിന്റെ യാഥാർത്ഥ്യം. നിങ്ങൾ പറയുന്നത് കളവാണ് എന്നും നിങ്ങളുടെ ദുർവ്യാഖ്യാനങ്ങളാണ് എന്നും നിങ്ങൾ മുസ്ലിമീങ്ങളെ കാഫറാക്കുന്നവരാണ് എന്നും പൊതുജനം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് പുതിയ ജനറേഷനായാലും പഴയ ജനറേഷനായാലും വഹാബിസത്തെ പുച്ഛിച്ച് തള്ളുന്നത് എന്ന യാഥാർത്ഥ്യമാണ്. വല്ലാതെ ആൾക്കാർ കൂടണമെങ്കിൽ നിങ്ങൾക്ക് 10,000-കണക്കിന് പള്ളികൾ ഉണ്ടാവണം. നിങ്ങളുടെ ആളുകൾ സമസ്തയുടെ ആളുകളെക്കാളും കൂടുതൽ വരണം. അങ്ങനെ ആകുമ്പോഴല്ലേ നിങ്ങളെ സ്വാധീനിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയാം, സ്ത്രീകൾ പള്ളിയിൽ പോകാൻ പാടില്ല, പിന്നെ ഖുത്ബ മാതൃഭാഷയിലാവാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കേരളത്തിലെ 2000 പള്ളികൾ നിറഞ്ഞു കവിഞ്ഞിരിക്കാൻ പോലും സ്ഥലമില്ലാത്ത രൂപത്തിലാവുന്നത്. എത്ര പള്ളി? ആകെ കേരളത്തിലെ മുജാഹിദ് നിങ്ങൾക്ക് 2000 പള്ളിയുള്ളൂ. അന്തേ 100 വർഷം കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ഈ 2000 പള്ളി കെട്ടിപ്പടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അതിന്റെ അർത്ഥം എന്താണ് മജീദ് സ്വലാഹി? നിങ്ങളാർക്കും വേണ്ട, നിങ്ങളെ പള്ളിയിലേക്ക് ആളുകൾ വരുന്നില്ല, അതുകൊണ്ടാണ് നിങ്ങൾ പള്ളികൾ നിർമ്മിക്കാത്തത്. സമസ്തയുടെ സുന്നത്ത് ജമാഅത്തിന്റെ പള്ളികളിലേക്ക് ധാരാളം ആളുകൾ വരുന്നു, അതുകൊണ്ട് ധാരാളം പള്ളികൾ ഉണ്ടാക്കേണ്ടി വരുന്നു. 10,000-കണക്കിന് പള്ളികളും മദ്രസകളും ഒക്കെ എന്തുണ്ട്? സമസ്തക്കുണ്ട്, സുന്നത്ത് ജമാഅത്തിനുണ്ട്. അതെന്തുകൊണ്ടാണ്? ആളുകൾ സമസ്തയെയും സുന്നത്ത് ജമാഅത്തിനെയും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനെയും താല്പര്യപ്പെടുന്നത് കൊണ്ടാണ് അഹ്ലു സുന്നക്ക് ഇത്ര ആളുകൾ കൂടുതലും പള്ളികൾ കൂടുതലും എന്ന് തിരിച്ചറിയാനുള്ള വിവേകത്തിന് കൂടുതലൊന്നും സ്കൂളിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ മജീദ് സലാഹി. എല്ലാ സ്ഥാപനങ്ങളിലും പെൺകുട്ടികൾ പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് അവരോട് പോകരുതെന്ന് പറഞ്ഞാൽ അവർ കേൾക്കില്ല. ഇങ്ങനെ എല്ലാ നിലക്കും മുജാഹിദ് ആശയങ്ങൾ ജനങ്ങളെ, പ്രത്യേകിച്ച് പുതുതലമുറയെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സ്ഥാപനങ്ങളിലും പെൺകുട്ടികളൊക്കെ പള്ളിയിൽ പോവുകയാണെന്ന്. ഏത് സ്ഥാപനങ്ങളിൽ? ഏതെങ്കിലും വഹാബികളുടെ സ്ഥാപനത്തിൽ 3-4 പെൺകുട്ടികൾ പോകുന്നു എന്നല്ലാതെ സുന്നത്ത് ജമാഅത്തിന്റെ അഹ്ലു സുന്നയിൽ വിശ്വസിക്കുന്ന, ഇസ്ലാം അറിയുന്ന, ദീൻ അറിയുന്ന ഒരു പെൺകുട്ടിയും പള്ളിയിലേക്ക് ജമാഅത്തിനൊന്നും വേണ്ടി പോകില്ല. അവരെ അള്ളാന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട്, ബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന, നിങ്ങൾക്ക് വീടാണ് നല്ലത് എന്ന് പഠിപ്പിച്ചു കൊടുത്തുനിന്ന് സുന്നത്ത് ജമാഅത്തിന്റെ കുട്ടികള്, അള്ളാന്റെ റസൂലിനെ സ്നേഹിക്കുന്ന കുട്ടികള് മാറി ചിന്തിക്കൂലല്ലോ. അവര് സംശയങ്ങൾ ചോദിക്കുന്നത് ഇപ്പോ ChatGPT-യോടും ജെമിനിയോടും ഒക്കെയാണ്. അപ്പൊ അവർക്ക് കൃത്യമായ നല്ല മറുപടികൾ കിട്ടുമ്പോൾ ആ രൂപത്തിൽ നമ്മുടെ ജൻസി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് കരുതണം എന്ന് പറയാണ്. ആഹാ, കൃത്യമായ നല്ല മറുപടികൾ കിട്ടണമെങ്കിൽ ആരോടാ ചോദിക്കേണ്ടത്? ChatGPT-യോടും ജെമിനിയോടും. അത്തിയോല്ലാഹ വാത്തിയോ റസൂല വഉലിൽ അംരി മിൻകും എന്നൊക്കെ മാറ്റിയിട്ട് ഇനി എന്താക്കണം? ChatGPT ജെമിനി എന്നൊക്കെ ആക്കണം. മുജാഹിദിന്റെ ഒരു അപ്ഡേഷനാണ്.
എന്തുകൊണ്ടാണ് നിങ്ങളിലേക്ക് ആളുകൾ കടന്നു വരാത്തത് എന്നതിന്റെ യുക്തി ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ ഇപ്പോഴും ChatGPTയുടെയും ഗൂഗിളിന്റെ ഒക്കെ പിന്നാലെയാണ്. നേരെ മറിച്ച് ആരുടെ പിന്നാലെയല്ല? അള്ളാന്റെ റസൂലിന്റെയും തിരുസുന്നത്തുകളുടെയും മഹാന്മാരായ പൂർവികരായ ഇമാമിങ്ങളുടെയും ആ ഒരു അണമുറിയാത്തൊരു ഭാഷ ഉണ്ടല്ലോ, ആ ഭാഷത്തിൽ നിന്ന് നിങ്ങൾ കൈവിട്ടു പോയിരിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രകാലം വയസ്സായിട്ടും ആളുകളെ നിങ്ങൾ തിരിഞ്ഞു നോക്കാത്തത് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ ഉൾക്കൊള്ളുക. മതം ദുർവ്യാഖ്യാനം ചെയ്യുന്നതിന് എന്നും എതിര് നിന്നിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെന്നും പുതുമയുള്ള ആശയമാണ്. ജനങ്ങൾ അതിലേക്ക് വന്നുകൊണ്ടിരിക്കും, സ്വാധീനിച്ചുകൊണ്ടിരിക്കും. മതം ദുർവ്യാഖ്യാനിക്കുന്നതും പരിശുദ്ധ ഖുർആനെ വികലമായി ചിത്രീകരിക്കുന്നതും ഇസ്ലാമിന്റെ ആശയാദർശങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നതും വഹാബികളാണ് എന്ന് പൊതുജനം തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ആളുകളൊക്കെ സമസ്തയുടെ ആളുകളായി നിലകൊള്ളുന്നതും വഹാബി പ്രസ്ഥാനത്തെ തിരിഞ്ഞു നോക്കാത്തതും വഹാബി പ്രസ്ഥാനത്തിൽ ആളുകൾ വർദ്ധിക്കാത്തതും. അതല്ലെങ്കിൽ വയസ്സിന് മൂത്ത വഹാബി പ്രസ്ഥാനത്തിലായിരുന്നല്ലോ ആളുകൾ കൂടേണ്ടത്. ഇപ്പോൾ ഒരു സമ്മേളനം കഴിഞ്ഞു, ലക്ഷക്കണക്കിന് ആളുകൾ അതിൽ കൂടി. ഇനി സമ്മേളനങ്ങൾ വരാനിരിക്കുന്നു, അതിലും ലക്ഷങ്ങൾ കൂടും. ഇതിൽ നിന്നൊക്കെ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകുന്നത് വഹാബി പ്രസ്ഥാനത്തെ ആരും ഉൾക്കൊള്ളുന്നില്ല എന്നും എല്ലാവരും പുറങ്കാലുകൊണ്ട് വഹാബി പ്രസ്ഥാനത്തെ തട്ടിത്തെറിപ്പിക്കുന്നു എന്നാണ്. ഇപ്പോൾ കഴിഞ്ഞ സമ്മേളനം കണ്ടിട്ട് തന്നെ ആകെ ബേജാറായതിന്റെ കോലവും ആ മുഖഭാവവും ഒക്കെ ചാനലുകാരോട് സംസാരിക്കുമ്പോൾ മജീദ് സ്വലാഹിയുടെ മുഖത്ത് പ്രകടമാണ്. നിങ്ങൾക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് എന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട് എന്നതിന്റെ ഒരു യാഥാർത്ഥ്യം കൂടെയാണത്.